അങ്ങനെ ഒരു വർഷം കൂടി നമ്മളെ വിട്ട് പോകാൻ പോവുകയാണ്. 2024 ബൈ ബൈ പറയേണ്ട ടൈമാണ്. ഞാൻ ഒരുപാട് വിഷമത്തിലാണ്. കാരണം അടിപൊളി വർഷമായിരുന്നു 2024. അപ്പം ഞങ്ങൾ ഈ തവണ പുതുവർഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബീച്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബീച്ച് ഇത്രയും അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഒരു ബീച്ച് ഫെസ്റ്റായിട്ട് ഞാൻ കാണുന്നത്. കുഞ്ഞിലേ ആയിരിക്കുമ്പോൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനും സമീം അനിയനൊക്കെ ഇത്തവണ ബീച്ചാണ് സെലക്ട് ചെയ്തത്. ബീച്ച് നല്ല കളർഫുള്ളായിരുന്നു, ഭയങ്കര വൈബായിരുന്നു. പ്രതീക്ഷിച്ച അത്രയും ക്രൗഡും ഉണ്ടായിരുന്നില്ല. ന്യൂ ഇയർ ആയിട്ടും അതിനുള്ളൊരു സ്പേസ് ഉള്ളതുകൊണ്ടായിരിക്കും നല്ലൊരു അടിപൊളി വൈബായിരുന്നു. സോ വൈബ് ഒന്ന് കളറാക്കാൻ വേണ്ടി ഞങ്ങൾ 3 ഡിഫറെൻറ്റ് കളറുള്ള കണ്ണട മേടിച്ച് വെച്ചിട്ട് കുറച്ചൊന്ന് ഷോ കാണിച്ചു. പക്ഷേ എൻ്റെ അത്രയും തൊലിക്കെട്ടി അവർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരൊക്കെയോ നോക്കി ചിരിച്ചപ്പോൾ അവർ രണ്ടുപേരും ഫ്രെയിമിൽ നിന്ന് നൈസായിട്ട് എന്നെ ഒറ്റയ്ക്കേക്ക് ഒഴിവായി. എന്നാലും സാരില്ല, എൻ്റെ തൊലിക്കെട്ടി അങ്ങനെ പോയില്ല. നമ്മുടെ ജെയിൻറ്റ് വീലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തൂറെ പേടിയായതുകൊണ്ട് തന്നെ ജെയിൻറ്റ് വീലിൻ്റെ അടുത്തേക്കേ പോയില്ല. പക്ഷേ നമ്മൾ സുഭാഷിനെ രക്ഷിക്കാൻ വേണ്ടി ഗുണാക്കേവിലേക്ക് കയറി. നേരത്തെ വന്നവർ രക്ഷിച്ച് പോയതുകൊണ്ടായിരിക്കാം സുഭാഷൊന്നും ഉണ്ടായിരുന്നില്ല. തൊട്ടിപ്പുറത്ത് സൂ ഉണ്ടായിരുന്നു. സൂ ആണോ എന്ന് എനിക്കറിയില്ല അവരുദ്ദേശിച്ചത്, പക്ഷേ രസമായിരുന്നു. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു വൈബായിരുന്നു. കടുവയും പുലിയും അവതാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിശയത്തോടു കൂടി നമ്മൾ വഞ്ചിയിൽ കയറുന്ന ആൾക്കാരെ നോക്കി വാ പൊളിച്ച് നിന്നു. രാഘവല്ലിയുടെ ഗാനമേള ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഇരുന്ന് വൈബ് ചെയ്തെങ്കിലും അത്ര അങ്ങോട്ട് കളറായില്ല. ബട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ബട്ട് ബീച്ചിൽ ആൾക്കാരൊക്കെ നല്ല വൈബായിരുന്നു. എല്ലാവരും അടിപൊളിയാക്കി. അതിൻ്റെ ഒരു വിഷ്വലാണ് കാണുന്നത്. ആൻഡ് ഞാനും നല്ല നിസ്സാരം വൈബുള്ള ഒരാളായതുകൊണ്ട് ഞാനും എൻജോയ് ചെയ്തു. ദെൻ നമ്മളവിടെ കാട്ടിലൊക്കെ പോയി. അങ്ങനെ കലാപരിപാടികൾക്കൊക്കെ വിരാമമായി. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. 2024 അങ്ങനെ പയ്യെ മാറി 2025 ആയി. ഹാപ്പി ന്യൂ ഇയർ.